മിക്ക എല്ലാവരും ഈ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ കാണുന്നത് നെക്സ്റ്റ് മന്ത് വരാൻ പോകുന്ന ഫോണിൽ എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാകുമോ, പുതിയ ചിപ്സെറ്റ്, പുതിയ പ്രൈസിങ്, ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ കാണുന്നത്. പക്ഷേ നിങ്ങളിൽ ചിലരുണ്ട്, അവർ നോക്കിയിരിക്കുന്നത് പുതിയ സീരീസ് വന്നു, അതിൻ്റെ അർത്ഥം കഴിഞ്ഞ സീരീസിൻ്റെ പ്രൈസ് എന്തായാലും കുറയും, അപ്പോൾ നമുക്ക് കഴിഞ്ഞ സീരീസ് വാങ്ങിക്കാം. ഇങ്ങനെ നോക്കിയിരിക്കുന്നവർ ഉണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. എനിവേ 10-ലധികം ഫോൺസ്, എനിക്ക് തോന്നുന്നു 10-12 ഫോൺസ് നെക്സ്റ്റ് മന്ത് വരുന്നുണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ഫോൺ തന്നെ ഏറ്റവും ഹൈപ്പ് ഉള്ള ഫോണാണ്, അതാണ് നത്തിങ് ഫോൺ 3. സോ ഈ ഒരു ഫോൺ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോൺ ജൂലൈ 1-ാം തീയതിയാണ് വരാൻ പോകുന്നത്. അടുത്ത ആഴ്ച വരും. ആക്ച്വലി ഈ ഒരു ഫോൺ കഴിഞ്ഞ വർഷം വരേണ്ട ഫോണാണ്. കാരണം നത്തിങ് ഫോൺ 1 വന്നത് 2022-ലും നത്തിങ് ഫോൺ 2 വന്നത് 2023-ലാണ്. എനിവേ നത്തിങ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ഈ ഫോണിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 4 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. നല്ലൊരു ചിപ്സെറ്റ് ആണ്, നമ്മൾ ഇതിന് മുമ്പ് കണ്ട ചിപ്സെറ്റ് ആണ്. പക്ഷേ നത്തിങ് പറയുന്നതനുസരിച്ച് ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ ആയിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ അത് നോർമലി ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Elite ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നത്തിങ്ങിന് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നു, കോൺട്രവേഴ്സി ഇല്ല, ഹൈപ്പ് ഇല്ല, അങ്ങനെ എന്തായാലും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇത്തവണ ആ ഒരു ഗ്ലിഫ് ലൈറ്റിംഗ്, അതായത് ലൈറ്റ് കത്തുന്ന പരിപാടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ഗ്ലിഫ് മാട്രിക്സ് ആണ് വരാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് എസ്യൂസിന്റെ ROG ഗെയിമിംഗ് ഫോൺസിലെ കണ്ട സംഭവമാണ് ഈ മാട്രിക്സ് സെറ്റപ്പ്, ഗ്ലിഫ് മാട്രിക്സ് സെറ്റപ്പ്. തീർച്ചയായിട്ടും AMOLED ഡിസ്പ്ലേ ആയിരിക്കും, IP69 റേറ്റിംഗ് ഉണ്ടാവും, 5200 mAh ബാറ്ററി, 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 25 വാട്ടിന്റെ വയർലെസ് ചാർജിങ്, 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. പിന്നെ ആ സൈഡിലുള്ള AI കീ ഉണ്ടല്ലോ, പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മെമ്മറിയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സംഭവം, അതും ഉണ്ടാവും. ഇതിന്റെ പ്രൈസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഓൾറെഡി നത്തിങ് പറഞ്ഞു ഇത് പ്രീമിയം സെഗ്മെന്റ് ഫോൺ ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈസിലി നമുക്ക് 30,000-35,000 റുപ്പീസിൽ 8S Gen 4 കിട്ടുന്നുണ്ട്. സോ മാക്സിമം കൂടി പോയാൽ ഒരു 45,000, ആ ഒരു 45,000 50,000 പ്രൈസ് റേഞ്ചിൽ ഇറക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്ക് നോക്കാം നത്തിങ് ഈ ഒരു ഫോൺ ഏത് പ്രൈസിലാണ് ഇറക്കുന്നത്. സാംസങ്ങിന്റെ ഗാലക്സി M35 നല്ലൊരു മിഡ് റേഞ്ച് ഫോണായിരുന്നു. പ്രത്യേകിച്ചും 20,000 അല്ലെങ്കിൽ ഇപ്പം 15,000 റുപ്പീസിന് താഴെ കിട്ടുന്നുണ്ട്. ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. അതിന്റെ നെക്സ്റ്റ് വെർഷനായ സാംസങ് ഗാലക്സി M36 വരുന്നുണ്ട്. അത് അടുത്ത മാസമല്ല, ഈ മാസം തന്നെയാണ്. 27th June ആണ് അതിന്റെ ലോഞ്ച് ഡേറ്റ്. 120 ഹെർട്സിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ, Exynos 1380 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 25 വാട്ടിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ബോക്സ് ചാർജർ ഒന്നും ഉണ്ടാവില്ല. M35 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാറ്റമുണ്ട് ആക്ച്വലി. 6000 mAh ബാറ്ററി ആയിരുന്നു M35-ൽ, ഇവിടെ വരുമ്പോൾ 5000 mAh ആക്കുന്നുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ M30 സീരീസിൽ സാംസങ് മറ്റു സംഭവം തന്നത്, പഞ്ച് ഹോൾ കട്ടൗട്ട്. അത് വീണ്ടും എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ആ ഒരു ഡ്രോപ്പ് നോച്ച് കട്ടൗട്ടുമായിട്ട് വരാൻ പോവാണ്. എന്നാൽ M36 കുറച്ചും കൂടി സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. കാരണം ബാറ്ററി കുറച്ചല്ലോ, അതുകൊണ്ട് ഇപ്പം സ്ലിം ലൈറ്റ് വെയിറ്റും പിന്നെ ആ സാംസങ്ങിന്റെ പുതിയ ഡിസൈനുമായിരിക്കും വരുന്നത്. മോട്ടോറോള എന്ന ബ്രാൻഡിന്റെ 2 ഫോൺസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. മോട്ടോ G96 ആൻഡ് മോട്ടോ G86 പവർ. G96 നോക്കുകയാണെങ്കിൽ 3D കർവ്ഡ് POLED ഡിസ്പ്ലേ, IP68 റേറ്റിംഗ്, 5500 mAh ബാറ്ററി, 7S Gen 2 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ക്യാമറ. ഇതിന്റെ പ്രൈസിങ് under 20,000 ആയിരിക്കും. ഇത് ജൂലൈ 1st അല്ലെങ്കിൽ 2nd വീക്കിൽ വരും. മോട്ടോ G86 പവർ നോക്കുകയാണെങ്കിൽ ഇതിലും 120 ഹെർട്സ് POLED ഡിസ്പ്ലേ, 6720 mAh യമണ്ടൻ ബാറ്ററി, IP69 റേറ്റിംഗ്, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. ഇതിന്റെ പ്രൈസിംഗ് ഐ തിങ്ക് under 20,000 ആയിരിക്കും. ഒരു 16,000 17,000 പ്രൈസ് റേഞ്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഫോൺ ജൂലൈ ലാസ്റ്റ് വീക്കിൽ വരും. പിന്നെ ഈ പറഞ്ഞ ഫോണുകളുടെ അൺബോക്സിംഗ് റിവ്യൂസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ഓഫേഴ്സും ഡീൽസും ഡിസ്കൗണ്ട്സിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് 2 ഫോണുകൾ വൺപ്ലസിന്റെ നോർഡ് സഹോദരന്മാരാണ്. അതായത് നോഡ് C5 ആൻഡ് നോഡ് 5. നോഡ് 4 ഓർമ്മയുണ്ടല്ലോ, ആ ബാക്കിൽ കംപ്ലീറ്റ്ലി മെറ്റൽ ഡിസൈനിൽ വന്ന ഒരു ഫോണായിരുന്നു. നല്ലൊരു ഡിഫറൻറ്റ് ലുക്ക് ആയിരുന്നു. പിന്നെ വൺപ്ലസ് പറയുന്നതനുസരിച്ച് നല്ല സെയിൽസ് നേടി തന്ന ഒരു ഫോൺ കൂടിയായിരുന്നു നോഡ് 4. അല്ലെങ്കിൽ ഇപ്പോഴും സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് നോഡ് 4. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇത്തവണ അവർ മെറ്റൽ ബാക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ. മെറ്റൽ ബാക്ക് ഒന്നുമില്ല. ബാക്കി കൂടെ AMOLED ഡിസ്പ്ലേ ഉണ്ടാവും. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. ലേശം പഴയതാണ്, അതായത് 8S Gen 4 ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി 8S Gen 3 ചിപ്സെറ്റ് ആണ്. 6700 mAh മായമണ്ടൻ ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. പിന്നെ വൺപ്ലസിന്റെ കീ ഉണ്ടല്ലോ, നമ്മൾ OnePlus 13-ൽ കണ്ട ഒരു പുതിയ ബട്ടൺ, അതും ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നോഡ് 4 വന്നത് 30,000 റുപ്പീസിന്റെ പ്രൈസ് കാറ്റഗറിയിലായിരുന്നു. സ്റ്റാർട്ടിംഗ് 30,000 ആയിരുന്നു. മിക്കവാറും നോഡ് 5 അതേ പ്രൈസ് കാറ്റഗറിയിൽ വരും. നോഡ് C5 നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ, ഡയമൻസിറ്റി 8350 ചിപ്സെറ്റ്, 7100 mAh ഗജ യമണ്ടൻ മഹായമണ്ടൻ ബാറ്ററിയാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഓപ്പോയും വിവോയും
ഈ മറ്റേ നമ്മുടെ സിലിക്കൺ കാർബൺ ബാറ്ററി ഉണ്ടല്ലോ അതങ്ങ് ഹോൾസെയിലിൽ വാങ്ങി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. കാരണം എല്ലാ ഫോണിലുണ്ട്. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യല്ല, കിഡ്ലനാണ്. കാരണം അടിപൊളി ബാറ്ററി ബാക്കപ്പാണ് ഈ പറഞ്ഞ ഹൈ കപ്പാസിറ്റി ബാറ്ററി തരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ പ്രൈസിങ് സെയിം നോട്ട് C4 പോലെ തന്നെ 25,000 റുപ്പീസിൻ്റെ താഴെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരിക്കും. ഈ രണ്ട് ഫോണുകളും ജൂലൈ 8-നാണ് ലോഞ്ച് ആവാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ ഈ വർഷത്തെ ഫോൾഡബിൾ ഫോൺസ്, അതായത് ഫോൾഡ് ആൻഡ് ഫ്ലിപ്പ്, അടുത്ത മാസം വരും. ജൂലൈ 2nd വീക്ക് ആയിരിക്കും ലോഞ്ച്. ഇത്തവണ വരാൻ പോകുന്ന Z Fold 7 ഉണ്ടല്ലോ, അതിൽ കാര്യമായ മാറ്റം ഉണ്ടാവും എന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. 2-3 ടീസേഴ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, നല്ല സ്ലിം പ്രൊഫൈൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഫോൾഡ് 6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ലിം ആയിരിക്കും. ഔട്ടർ ഡിസ്പ്ലേയുടെ സൈസും കൂടുതലാണ്, അതായത് കുറച്ചും കൂടി വീതിയുള്ള ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഇത്തവണ S25 അൾട്രയിലുള്ള സെയിം 200 മെഗാ പിക്സൽ ക്യാമറ ഇവിടെയും വരും. നമ്മൾ ഈ അടുത്തിടെ S25 എഡ്ജിലും അത് കണ്ടായിരുന്നു. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ Qualcomm Snapdragon 8 Elite ചിപ്സെറ്റ്, ഞാൻ പറഞ്ഞില്ലേ 200 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 4400 mAh ബാറ്ററി ഒക്കെ ഉണ്ടാവും. എന്നാൽ ഫ്ലിപ്പ് 7 കുറിച്ച് ഒരു റൂമർ ഒക്കെ വരുന്നുണ്ട്, കൺഫേംഡ് അല്ല. അതായത് ഫ്ലിപ്പ് 7 ഇത്തവണ Snapdragon 8 Eliteന് പകരം സാംസങ്ങിന്റെ സ്വന്തം Exynos 2500 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഔട്ടർ ഡിസ്പ്ലേ ആണെങ്കിലും അകത്തുള്ള ഡിസ്പ്ലേ ആണെങ്കിലും രണ്ടിന്റെയും സൈസ് സാംസങ് കൂട്ടും. അതായത് ഇത്തവണ ഫൈനലി സാംസങ്ങിന്റെ ഫ്ലിപ്പ് ഫോണിന്റെ ഔട്ടർ ഡിസ്പ്ലേ കംപ്ലീറ്റ്, അതായത് ക്യാമറ മോഡിലൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ ആയിരിക്കും. 4400 mAh ബാറ്ററി, 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുറച്ചും കൂടി അഫോർഡബിൾ ഫ്ലിപ്പ് ഫോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് Z Flip 7 FE, ഈ S25, S24 FE ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഫ്ലിപ്പിൻ്റെ ഒരു FE ഫോൺ വരും. അഫോർഡബിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ 60,000 65,000 രൂപയായിരിക്കും പ്രൈസ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫോൺ ബേസിക്കലി കഴിഞ്ഞ വർഷത്തെ ഫോൾഡ് 6 ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ സാംസങ്ങിൻ്റെ Exynos 2400 ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, എനിവേ ജൂലൈ 2nd വീക്കാണ് ലോഞ്ച്. വരട്ടെ, നമുക്ക് നോക്കാം. കോമ്പാക്ട് ഫോണുകളുടെ റേസിൽ ഇപ്പം വിവോ വന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഈ അടുത്തിടെയാണ് OnePlusന്റെ 13S എന്നൊരു കോമ്പാക്ട് ഫോൺ കണ്ടത്. വിവോ അവരുടെ X200 FE എന്ന കോമ്പാക്ട് ഫോൺ, ഈ കോമ്പാക്ട് എന്ന് പറയുമ്പോൾ മിനി അല്ല കേട്ടോ, 6.3 ഇഞ്ച് ആയിരിക്കും ഡിസ്പ്ലേ. സോ X200 FE വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ജൂലൈ 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്ക് ആയിരിക്കും ലോഞ്ച്. വിവോ തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്ത S30 Pro Mini ഉണ്ട്, അതിന്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. 6.3 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ, Dimensity 9300+ ചിപ്സെറ്റ്, 50+50+ 8 മെഗാ പിക്സലിന്റെ ക്യാമറ, 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6500 mAhന്റെ യമണ്ടൻ ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പ്രൈസിംഗ് അടിപൊളിയായ മതിയായിരുന്നു, അതായത് കുറച്ചും കൂടി അഗ്രസീവ് പ്രൈസിംഗിൽ ഇത് ഇറക്കിയാൽ ഐ തിങ്ക് ദിസ് വിൽ ബി എ റിയലി നൈസ് ഓപ്ഷൻ. കാരണം വിവോ അറിയാലോ ക്യാമറ അടിപൊളിയായിരിക്കും. OnePlus 13Sന്റെ ക്യാമറ എനിക്ക് അത്രയും ഒരു 50,000 അല്ലെങ്കിൽ 55,000 പ്രൈസ് റേഞ്ചിലുള്ള ക്യാമറ പോലെ എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ X200 FE വരുമ്പോൾ ഐ തിങ്ക് ക്യാമറാസ് വിൽ ബി ഗുഡ്. പിന്നെ അടുത്ത മാസം സാംസങ് മാത്രമല്ല അവരുടെ ഫോൾഡബിൾസുമായി വരുന്നത്. വിവോയുടെ X Fold 5 നെക്സ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല സ്ലിം ഫോം ഫാക്ടറിൽ വരുന്ന ഒരു ഫോൾഡബിൾ ആണ്. പിന്നെ അതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ ഉണ്ട്. 8.03 ഇഞ്ചിന്റെ ഇൻസൈഡ് ഡിസ്പ്ലേ, 6.53 ഇഞ്ചിന്റെ ഔട്ടർ ഡിസ്പ്ലേ. എന്നാൽ ഇതിൽ 8 Elite അല്ല, കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് അതായത് 8 Gen 3 ആണ് വരാൻ പോകുന്നത്. 6000 mAhന്റെ ബാറ്ററി, 50+50+50 മെഗാ പിക്സലിന്റെ Zeiss ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, വയർലെസ് ചാർജിംഗ് എല്ലാം ഉണ്ടാവും. ഓപ്പോയുടെ റെനോ സീരീസിന്റെ നെക്സ്റ്റ് വെർഷനായ റെനോ 14 സീരീസ് അടുത്ത മാസം 2nd വീക്കിൽ ഓപ്പോ ലോഞ്ച് ചെയ്യും. ഓക്കെ, 2 ഫോൺസ് ഉണ്ടായിരിക്കും, റെനോ 14 ആൻഡ് റെനോ 14 Pro. ഓപ്പോ പറയുന്നതനുസരിച്ച് ഇത്തവണ വരാൻ പോകുന്ന റെനോ 14 Pro ആണ് അവർ ഇറക്കിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റെനോ എവർ. ഇത് അവർ എല്ലാ വർഷം പറയുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി റെനോ 14 Pro ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാം. റെനോ 14 AMOLED ഡിസ്പ്ലേ ആണ്, Dimensity 8350 ചിപ്സെറ്റ്, 6000 mAh ബാറ്ററി, 8000 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ. ഇതിന്റെ പ്രൈസിംഗ് 35,000 40,000 ആ പ്രൈസ് റേഞ്ചിലായിരിക്കും. റെനോ 14 Pro നോക്കുകയാണെങ്കിൽ 120 Hz AMOLED ഡിസ്പ്ലേ, Dimensity 8450 ചിപ്സെറ്റ്, 6200 mAhന്റെ ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. കൂടെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡും പിന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. ഈ ഫോണിന്റെ പ്രൈസ് 45,000 50,000 റുപ്പീസ് ആയിരിക്കും. അറിയാലോ ഈ രണ്ട് ഫോണുകളും ഓഫ്ലൈൻ സെൻട്രിക് ഫോൺസ് ആണ്. സോ ഇതിന്റെ പ്രൈസ് നല്ല പ്രീമിയം ആയിരിക്കും. ഇനി ഐ തിങ്ക് ഈ രണ്ട് ഫോണുകളും റെനോ 14 ആണെങ്കിലും 14 Pro ആണെങ്കിലും നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആയിരിക്കും, പ്രത്യേകിച്ചും ഓഫ്ലൈൻ ഫോൺസ് വാങ്ങുന്നവർക്ക് വേണ്ടി. നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.